സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിനായി ഈ മെയ് മാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പൂർണ്ണമായും സഹകരിച്ച് തന്നിലൂടെ മനുഷ്യനായ ഭൂമിയിലേക്ക് അവതരിച്ച യേശുക്രിസ്തുവിനോടൊപ്പം പൂർണ്ണമായും ദൈവവചനത്തിൻ്റെ ദാസിയായി മാറിയ, നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ ഉത്ഥാനം ചെയ്ത കർത്താവ് വേറൊരു രൂപത്തിൽ കൂടെ നടന്നുകൊണ്ട് ഈ സഹനം യേശുക്രിസ്തു സഹിക്കേണ്ടതായിരുന്നു. യേശുക്രിസ്തു പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടേണ്ടതായിരുന്നു. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി കുരിശിൽ മരിക്കേണ്ടതായിരുന്നു. യേശുക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടേണ്ടതായിരുന്നു. ഇത് ദൈവം അനാദിയിലെ മനസ്സിൽ കണ്ട കാര്യമാണ്. നമ്മളിത് ഹൃദയത്തിൽ ഉറപ്പിക്കണം, മനസ്സിൽ ഉറപ്പിക്കണം. ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ലോകത്തിലെ ഇന്നത്തെ തിരുവചനം ആഗോള സഭയിൽ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നൽകുന്ന ഉന്നതമായ ബോധ്യത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനാണ്. കാരണം യേശുവിൻ്റെ ശരീരമാണ്, കാണപ്പെടുന്ന ശരീരമാണ് ഇന്ന് തിരുസഭ, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മളിന്ന് തിരുസഭയ്ക്ക് പ്രത്യേകിച്ചും പത്രോസിലൂടെ ഈശോ അന്ന് നൽകിയൊരു വാഗ്ദാനമുണ്ടല്ലോ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകത്തിൻ്റെ കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. എല്ലാ താക്കോലുകളും, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒക്കെ താക്കോൽ യേശുവിൻ്റെ കയ്യിലുള്ളത് മുഴുവനും തിരുസഭയെ പത്രോസിനെ ഏൽപ്പിച്ചു നമുക്കറിയാം. മത്തായി 16 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യേശു നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പത്രോസ് ഏറ്റു പറയുമ്പോഴവർക്ക്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ രക്ഷകനാണ്, സാത്താൻ്റെ തലയെ തകർക്കുന്നവൻ നീയാണ്, നരകത്തിൻ്റെ കവാടങ്ങളെ തകർക്കുന്നവൻ നീയാണെന്ന് പത്രോസ് പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇത് മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ആ ഒരൊറ്റ ബോധ്യത്തിലാണ് നീ നിന്റെ നേതൃത്വം, സഭയുടെ നേതൃത്വം പത്രോസിന് ലഭിക്കുന്ന യേശു കർത്താവാണെന്നുള്ള ഏറ്റുപറച്ചിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടങ്ങളെ വളരെ ശ്രദ്ധിക്കണം. ലോകത്തിൽ പ്രത്യേകിച്ച് മീഡിയ ഒക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ സാത്താന് വളരെ എളുപ്പമാണ് ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ. ഇന്നത്തെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ അപ്പസ്തോല പ്രവർത്തനം 15-1 വായന ആഗോള സഭയിൽ ഈ മെയ് മാസത്തിൻ്റെ ഈ 6-ാം തീയതി നമ്മൾ കടന്നു പോകുമ്പോൾ യൂദയായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു. പൗലോസും ബർണ്ണബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇന്നും എന്തെല്ലാം വാദഗതികളാണ്. യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന, നമുക്കറിയാം, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അധികാരം നൽകപ്പെട്ടു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1:12 പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി മറ്റു പലതിനെയും പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നാളുകളിൽ എന്ന് പറയുമ്പോൾ അന്തിക്രിസ്തു അല്ലെ ആൻഡായി ക്രൈസ്റ്റ്. ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തി ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ നമുക്കറിയാം 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 18 മുതൽ കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ്, കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ്, അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ, അന്തിക്രിസ്തു പറഞ്ഞാൽ നമ്മളങ്ങനെ അവസാനത്തെ ക്രിസ്തു എന്നുള്ളതല്ല, ആൻഡായി ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ എതിർക്കുന്ന, അല്ലെ യേശു രക്ഷകനാണ്, യേശു കർത്താവാണെന്നുള്ളതിനെ എതിർക്കുന്ന. എന്നാൽ സാത്താൻ്റെ ലക്ഷ്യം അതാണ്. സാത്താൻ്റെ തല തകർത്ത യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്.
അപ്പൊ അതിനെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രബോധനങ്ങൾ ലോകത്തിൽ നിറയും. അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളേത് അവസാന മണിക്ക് എന്ന് പറയുമ്പോൾ അന്ത്യകാലഘട്ടത്തിലേക്ക് നാം അടുത്തിരിക്കുകയാണ്. നമുക്ക് എല്ലാ അടയാളങ്ങളും നമുക്കറിയാം. അന്ത്യക്രിസ്തു വരുന്നു എന്ന്, അതായത് ക്രിസ്തുവിനെ എതിർക്കുന്ന ആ ശക്തി വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത്. അവർ നമുക്കുള്ളവരായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുള്ളവരായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങൾ സത്യം അറിയുന്നത് കൊണ്ടും വ്യാജമായിട്ടുള്ളതൊന്നും സത്യത്തിൽ നിന്നല്ലാത്തത് കൊണ്ടുമാണ്. യേശുവാണ് ക്രിസ്തുവിനെ നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? യേശുവിനെ കർത്താവായി ക്രിസ്തുവായി നമുക്കറിയാം എന്നും യഹൂദ സമൂഹം ഏറ്റുപറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് അവിടുത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ അവനാണ് ക്രിസ്തു വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് വരെ, കർത്താവിൻ്റെ നാമത്തിൽ വന്നവനെ അനുഗ്രഹീതനെന്ന് ഏറ്റുപറയുന്നവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യഹൂദരോടുള്ള വെളിപ്പെടുത്തലാണ്. ഇന്നും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം ലോകത്തിൽ അവരുടെ ഇടയിൽ ക്രിസ്തു വന്നിട്ടും അവരിന്നും ഉൾക്കൊണ്ടിട്ടില്ല. നമ്മൾ അറിഞ്ഞ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഹൃദയം തുറന്ന് യാതൊരു സംശയവും കൂടാതെ ഏറ്റുപറയുന്ന ഒരു കാര്യമാണ് ക്രിസ്തു മനുഷ്യർക്ക് യേശുവാണ് ക്രിസ്തു എന്ന്. അത് പല രീതിയിലാണ്. പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിൽ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ലിയോ 14 മാർപ്പാപ്പ ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ആരാണെന്നുള്ളതിൻ്റെ വ്യക്തമായ വെളിപ്പെടുത്തൽ അടുത്തിടയ്ക്കൊക്കെ നമുക്കറിയാം പഠിപ്പിക്കാൻ വേണ്ടി സഭയിൽ. കാരണം സഭയുടെ പൂർണ്ണമായ ചുക്കാൻ പിടിക്കുന്ന പത്രോസിൻ്റെ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ലിയോ 14 മാർപ്പാപ്പ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് സത്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടമായതുകൊണ്ട് മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അനുസരണക്കേട് മൂലം അല്ലേ. ഇന്ന് സഭയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുമ്പോൾ സഭയിൽ നല്ലതായി സേവനം ചെയ്ത് ആത്മാർത്ഥമായി കർത്താവ് വിളിച്ച അനേക ജീവിതങ്ങൾ നമുക്കറിയാം. ആരെയും വിധിക്കുകയല്ല കേട്ടോ, നമ്മളറിയണം. അത് സാത്താൻ്റെ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയണം. ആദവും ഹവ്വായും തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു ശക്തിയുണ്ടല്ലോ, ആ പുരാതന സർപ്പം എന്ന് പറയുന്നത് ഇന്നും ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചു, യേശു സാത്താനെ നശിപ്പിച്ചില്ല, പരാജയപ്പെടുത്തി. അപ്പം ആ യേശുക്രിസ്തുവിൻ്റെ വിജയത്തെ ഇല്ലാതാക്കി കാണിക്കാൻ വേണ്ടി ലോകത്തിൽ അനേക പ്രബോധനങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സഭ, ഞാൻ പലപ്പോഴും ഇന്നലേക്ക് ഓർപ്പിക്കുന്നത്, പരിശുദ്ധാത്മാഭിഷേകം സഭയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവ് തീജ്വാലയായി വന്നൊരു തീകോളമായി വന്നിട്ട് 120 കഷ്ണങ്ങളായി തിരിഞ്ഞ് പരിശുദ്ധ അമ്മ ഉൾപ്പെടുന്ന അപ്പസ്തോലന്മാർ ഉൾപ്പെടുന്ന വിശ്വാസം 120ഓളം പേരുടെ തലയുടെ മുകളിൽ തീജ്വാലയായി വന്ന് നിറഞ്ഞിട്ട് അത് സഭ ഉണ്ടായി എന്നാണ്. ഓർത്ത് നോക്കണം, യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്കായി അയച്ചു തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പരിശുദ്ധ അമ്മയും സ്വീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയും സഭയിലാണ്, സഭയുടെ മുകളിലല്ല. പരിശുദ്ധ അമ്മയും സഭയുടെ ഉള്ളിലാണ്. അതായത് പരിശുദ്ധ അമ്മയുടെ തലമേൽ ഈ തീജ്വാല വന്നു നിന്നു. അതായത് സഭയിൽ ഒന്നായി നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. ഇപ്പം നമ്മളിത് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞത് പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്നൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ ചില കാലഘട്ടങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്ന് പറയുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ രക്ഷാകര കർമ്മത്തിൽ അങ്ങേറ്റം സഹകരിച്ചു. അത് ദൈവവചനത്തിനായി തൻ്റെ ജീവിതം അടിയറ വെച്ചതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും. ലൂക്കാ 1 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ മാത്രം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവവചനപ്രകാരമാണെന്നുള്ള ആ ഒരു സമർപ്പണത്തിലാണ് മറിയം പൂർണ്ണമായും
യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ സഹനത്തിലും കുരിശിൻ്റെ ചൂടിലൊക്കെ നിൽക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. പരിശുദ്ധ അമ്മ കുരിശിൽ മരിച്ചില്ല. പരിശുദ്ധ അമ്മ മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്തില്ല. എത്രയോ ഭാഗമാണ് പൗലോസ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടതെന്നും. പരിശുദ്ധ അമ്മ ക്രൂശിക്കപ്പെട്ടു, കൂടെ നിന്നു. യോഹന്നാനും കൂടെ നിന്നു, കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. യോഹന്നാനെ പരിശുദ്ധ അമ്മ ജന്മം നൽകി അമ്മയിൽ നിന്ന് ശരീരം എടുത്തുകൊണ്ട് ആ ഒരു സ്നേഹത്തിലാണ്. പക്ഷെ അത് അത്രയും പോകേണ്ട ആവശ്യമില്ല എന്നാണ് സഭ പരിശുദ്ധാത്മാവിലൂടെ 14-ാം ലിയോ മാർപ്പാപ്പ അതിലൂടെ പറഞ്ഞത്. അതായത് അമ്മ പോലും ആഗ്രഹിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ, അതായത് യേശുക്രിസ്തുവിനേക്കാൾ കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയെ ഉയർത്തുമ്പോൾ ഏതാണ്ട് 1-ാം പ്രമാണ ലംഘനമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, ഞാനല്ലാതെ വേറൊരു രക്ഷകൻ നിങ്ങൾക്കുണ്ടാകരുത് എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ്. അതിനൊക്കെ ഒത്തിരി പേര് എതിർക്കുന്നുണ്ട്. ഇപ്പം ലോകത്തിൽ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല, മാതാവിനെ തള്ളിക്കളഞ്ഞില്ല. നമുക്കറിയാം പരിശുദ്ധ അമ്മ സന്തോഷിക്കുകയായിരിക്കും അതുമൂലം. അപ്പം പിന്നെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പഠിപ്പിക്കുകയാണ്. അതായത് പരിശുദ്ധ അമ്മ മനുഷ്യനും യേശുക്രിസ്തുവിനും ഇടയിലാണ് മധ്യസ്ഥ. പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിനും മനുഷ്യവർഗത്തിനിടയിലാണ്. അതായത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചത് കാണിച്ചു തന്നു. ആ മനുഷ്യവർഗം, അത് ആ കുടുംബത്തിനും യേശുവിനും ഇടയിൽ നിന്നൊരു മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്താണ് ഇന്നും അതുപോലെ തന്നെയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി യേശുവിനോട് പറയുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഏക മധ്യസ്ഥൻ. പൗലോസ്ലീഹ തിമോത്തിയോട് പറഞ്ഞ ആ മേഖലയുണ്ടല്ലോ. അതുകൊണ്ട് 1 തിമോത്തി 2 ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും രക്ഷപ്പെടണമെന്നും. 4-ാമത്തെ വചനം 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ദൈവത്തിനും, അതായത് യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുന്ന ആ ദൈവം, ത്രിത്വൈക ദൈവം, ആ ദൈവത്തെ മനുഷ്യരുമായി ഒന്നിപ്പിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ഓർപ്പിച്ചു. അതായത് ജോബിൻ്റെ പുസ്തകത്തിൽ പലപ്പോഴും 9-ാമത്തെ ജോബ് പറയുന്നുണ്ടല്ലോ, ദൈവമേ നിന്റെ കാര്യം, നീ ദൈവമാണ്, ഞാൻ മനുഷ്യനാണ്, ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താണ്, ഞാനായിരിക്കുന്ന പോലെ നിന്നോട് പറയാനായിട്ട് ആരും ഇല്ലല്ലോ. അല്ല, നീ നിന്റെ ദൈവികത പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് എനിക്കും സാധിക്കുന്നില്ലല്ലോ. ഞാൻ ദൈവമാണ്, നീ മനുഷ്യനുമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി വന്നിട്ട്, എബ്രായർ 4:14 നമ്മൾ പലപ്പോഴും വായിച്ചതാണ്, ചിന്തിച്ചതാണ്. നാം കടന്നു പോകുന്ന എല്ലാ മനുഷ്യനായി വന്ന ദൈവം ഒരു മനുഷ്യ കുഞ്ഞായി ഭൂമിയിൽ ജനിച്ചിട്ട് മനുഷ്യരായി നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളും യേശുവിനും ഉണ്ടായി. നമ്മൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷണങ്ങളും യേശുവിനും ഉണ്ടായി. അതുകൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കുവാൻ യോഗ്യനായ യേശുവിനെ പോലെ മറ്റാരുമില്ല. നമ്മളിത് അറിയണം. വചനമാണ് എബ്രായരിൽ 4-ാമത്തെ അധ്യായം 14 പറയുന്നുണ്ട്, അവൻ നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടവനാണ്, പക്ഷെ അവൻ പാപം ചെയ്തില്ല. നമുക്ക് പാപം, നമ്മുടെ ശരീരവും മനസ്സും തിന്മയാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നത് നമുക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ പാപത്തിൽ വീണു പോകുന്നു. എന്നാൽ എല്ലാ പ്രലോഭനവും ഉണ്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണ സമയത്തൊന്നും യേശു വീണില്ല, വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. അപ്പം നമുക്കുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളിലും നമ്മൾ വീണുപോയെങ്കിൽ പോലും തിരികെ വന്നുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വെളിപാട് 5 കാണുന്ന നമുക്ക് വേണ്ടി മാധ്യസ്ഥമാക്കുന്ന രക്തമൊലിക്കുന്ന കുഞ്ഞാടായിട്ട് ഇന്നും നിൽക്കുകയാണ്. ഇന്നും ഇപ്പോഴും ഞാനീ പറയുമ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞാട്, ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ. നമ്മളറിയണം, അതാണ് മധ്യസ്ഥത എന്ന് പറയുന്നത്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ. പരിശുദ്ധ അമ്മ യേശുവിനും മനുഷ്യനും എന്ന് പറയണം, വ്യത്യാസമുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനായ ദൈവം മനുഷ്യനായ ഭൂമിയിൽ നിന്നും അവതരിച്ച യേശുക്രിസ്തു മറിയത്തിൽ നിന്നും ജാതനായ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നില്ലേ, ആ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും ജാതനായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനും യേശുക്രിസ്തു പരിശുദ്ധ കന്യാമറിയം യേശുക്രിസ്തുവിനും തിരുസഭയ്ക്കും ഇടയിലാണ് മധ്യസ്ഥം വഹിക്കുക. പക്ഷെ രക്ഷകനായി തിമോത്തിയോട് പൗലോസ് പറഞ്ഞ ഒറ്റ വാക്ക്, എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി
ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. വളരെ പ്രത്യേകിച്ച് പറയാൻ കാര്യം, ലോകത്തിൽ നിന്ന് ഒത്തിരി ചിന്താഗതികൾ പടരുന്നുണ്ട്. ഇപ്പോഴല്ല, പണ്ടേ ഉള്ളതാണ്, ഈ കാലഘട്ടങ്ങളിലും ഉണ്ട്, കൂടുതൽ അടുത്തു വരികയാണ്. അതായത് യേശു അല്ല രക്ഷകൻ, പരിശുദ്ധ കന്യാമറിയമാണ് രക്ഷ നടത്തിയതെന്ന് എന്നൊക്കെ പറഞ്ഞുള്ള വാദഗതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനെയൊന്നും കേട്ടോ അതിൻ്റെ പിന്നാലെ പോകരുത്. അത് ഞാൻ പറഞ്ഞു അതായത് യോഹന്നാൻ പറഞ്ഞ 1 യോഹന്നാൻ 2 പറഞ്ഞ, അതായത് ക്രിസ്തുവിനെ എതിർക്കുന്ന അവസാന കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവിനെ എതിർക്കുന്ന ശക്തിയുടെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആവശ്യംശീല നമ്മൾ അറിയണം. കാരണം എന്താ, നമുക്കറിയാം ഈ ഉൽപ്പത്തിയിൽ എന്താ സംഭവിച്ചത്. നമ്മളറിയാം, ആദ്യം ദൈവം പറഞ്ഞ വചനം ആദവുമായി ലംഘിച്ചു, അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേടിനാലാണ്, അല്ലെ, ആദ്യ മനുഷ്യന്റെ അനുസരണക്കേടിനുണ്ടായ വീഴ്ച എന്നാണ് പൗലോസ് പാപത്തെക്കുറിച്ച് പറയുക. ദൈവവചനം തള്ളിക്കളഞ്ഞുകൊണ്ട് ഹവ്വായും പുറകെ ആദവും ദൈവവചനത്തെ അനുസരിക്കാതെ ദൈവം പറഞ്ഞതിനെതിരായിട്ട് അനുസരണക്കേട് കാണിച്ചത് മൂലമാണ് അവർക്ക് വീഴ്ചയുണ്ടായത്. അപ്പം മനുഷ്യനായി വന്ന യേശുക്രിസ്തു അനുസരണയുള്ളവനായി സകല പീഡകളും എല്ലാം താനൊരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ദൈവവചനത്തിന് അനുസരണയുള്ളവനായി സകലതും സഹിക്കുകയാണ് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു വരുന്നത് വ്യക്തമായി നമ്മളിത് അറിയണം. ഹൃദയത്തിൽ പത്രോസ്ലിയ പറഞ്ഞ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ പൂജിക്കണം. കാരണം എന്താ, അവൻ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്ന്. പരിശുദ്ധ അമ്മയെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. യേശു തന്നെ തൻ്റെ അമ്മയായി കുരിശിന് ചുവട് യോഹന്നാൻ 19 തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. പരിശുദ്ധ അമ്മയ്ക്ക് നല്ല ബോധ്യമായിരുന്നു ദൈവവചനം. അതായത് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയാറുണ്ട്, മനസ്സാ വാച കർമ്മണ, മനസ്സിലോ ചിന്തയിലോ വിചാരത്തിലോ സ്വപ്നത്തിലോ പോലും ഒരു നിമിഷം പോലും സാത്താന് വിധേയപ്പെട്ടില്ല. ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. കാരണം എന്താ, ദൈവകൃപ നിറഞ്ഞവളായിരുന്നുകൊണ്ടാണ്, അല്ലെ, ജന്മഭാവമില്ലാതെ ഇമ്മാക്കുലേ കൺസെപ്ഷൻ. അതുകൊണ്ടാണ് മറിയത്തിൽ നിന്നും ആ ഒരൊറ്റ ക്വാളിഫിക്കേഷനാണ് മറിയത്തിൽ നിന്നും ദൈവപുത്രൻ ഭൂമിയിൽ ജനിക്കാനിടയായത്. മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്ന ലൂക്കായിലെ മറിയം, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നത്. മറിയം പറയാണ് എൻ്റെ രക്ഷകൻ എന്ന് പറയുമ്പോൾ രക്ഷകനായ യേശുക്രിസ്തു വഴിയാണ് മറിയത്തിന് കൃപ ലഭിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കാനായി ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് അതാണ് മറിയത്തിന്റെ കൃപ. അതുകൊണ്ടാണ് മറിയം പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പറഞ്ഞു, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഉറച്ച് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെയും മെയ് മാസത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം തൻ്റെ പുത്രനെ കാൽവരിയിൽ ബലിയായിട്ട് അർപ്പിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. കാരണം ഈ ഉൽപ്പത്തി 3:15 ഒത്തിരി കോൺട്രവേഴ്സി ഇന്ന് പലരും ഉണ്ടാക്കുന്നുണ്ട്. അതായത് അത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അവിടെ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ദൈവമായ കർത്താവ് സർപ്പത്തോട് അല്ലെങ്കിൽ സാത്താനോട് എന്ന് പറഞ്ഞതാണ്. 15 വരുമ്പോൾ സാത്താനോട് പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത അല്ലേ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. സാത്താനും സ്ത്രീയും തമ്മിൽ ശത്രുത. പരിശുദ്ധ കന്യാമറിയം ഒരിക്കലും ദൈവവചനത്തിനപ്പുറം പോവുകയില്ല. കാരണം എന്താ, ഈ സ്ത്രീയിൽ നിന്നാണ് മനുഷ്യന്റെ രക്ഷകനായ ദൈവപുത്രൻ ഭൂമിയിൽ ജനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവസാനം എന്താ പറഞ്ഞത് അവിടെ, അവളുടെ സന്തതി നിനക്ക് അല്ലേ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവിടെ യേശുക്രിസ്തുവിനെ, മനുഷ്യവർഗത്തിന്റെ രക്ഷനായി വരുന്ന യേശുക്രിസ്തുവിനെ കൂടെ ഉൾപ്പെടുത്തി. അതായത് യേശുക്രിസ്തുവിനെ അമ്മയായൊരു സ്ത്രീയെ കുറിച്ചാണ്, അല്ലെങ്കിൽ യേശുവിന് ക്രിസ്തുവായ ആദത്തിന് രണ്ടാം ആദമായി വരാൻ പോകുന്ന അനുസരണയുള്ള ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പ്രബോധിപ്പിക്കുക. പ്രിയമുള്ളവരെ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. യേശു ക്രിസ്തു, നീ അവന്റെ കുതികാലിൽ
പരിക്കേൽപ്പിക്കും. അതായത് അവിടെ തന്നെ പറയുന്നുണ്ട്, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന് പറയുമ്പോൾ സാത്താൻ്റെ തലയിൽ ചവിട്ടി നിന്നപ്പോൾ ഒരു പാമ്പിനെ ചവിട്ടുമ്പോൾ പാമ്പിൻ്റെ കടിയേക്കുന്നത് പോലെയായിരുന്നു മനുഷ്യവർഗത്തെ യേശുക്രിസ്തുവിൽ നിന്ന് രക്ഷിക്കാൻ സാത്താൻ്റെ തലയിൽ ചവിട്ടി നിന്ന യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണമൊക്കെ ആ പാമ്പിൻ്റെ കടിയേറ്റത് മൂലം. എന്നാൽ അവൻ്റെ സാത്താൻ ആക്രമിച്ച്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇന്നലെ ചിന്തിച്ചില്ലേ, അതിനു വേണ്ടിയാണ് യേശു വന്നത്. അതായത് മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവനും, അല്ലെങ്കിൽ പാപത്തിന്റെ വിഷം മുഴുവനും യേശുവിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് അവന്റെ മാനുഷികത അവൻ ഇല്ലാതാക്കുകയാണ്. അവൻ നിന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. യേശുക്രിസ്തുവിന്റെ പീഡാസഹനം മുഴുവനും. അപ്പോൾ ഈ ഉൽപ്പത്തി 3:15 കുറിച്ച് വചനപണ്ഡിതന്മാർ അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്ന, ഉൽപ്പത്തി 3:15 പ്രോട്ടോ എവാഞ്ചലിസം എന്നാണ്. പ്രോട്ടോ എവാഞ്ചലിയം, അതായത് ഫസ്റ്റ് ഗാസ്പൽ എന്നാണ്, ആദ്യത്തെ സുവിശേഷം എന്നാണ്. കാരണം അവിടെ യേശുക്രിസ്തുവിനെ, സഭയെ, പരിശുദ്ധ കന്യാമറിയത്തെ ഒക്കെ എടുത്തു പറയുന്ന, യേശുവിൻ്റെ കഷ്ടാനുഭവമൊക്കെ ആ ഒറ്റ വാക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ, ഞാൻ പറയാറുണ്ട്, ഇത് പാപം ചെയ്ത മനുഷ്യന് സാത്താൻ അടിമയാക്കി വച്ചിരിക്കുമ്പോൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ദൈവം തന്നെ മനുഷ്യന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ആദ്യത്തെ വചനമാണത്. ഗാഡ്സ് ഇനീഷ്യൽ പ്രോമിസ് ഓഫ് റിഡംഷൻ ഇമ്മീഡിയറ്റ്ലി ഫോളോവിങ് ദി ഫാൾ ഓഫ് ദ ഹ്യൂമൻ റേസ്. പാപം ചെയ്ത മനുഷ്യൻ വീണു നിൽക്കുന്ന ആ നിമിഷം തന്നെ ദൈവം ചെയ്ത പ്രഖ്യാപനമാണ് ഉൽപ്പത്തി 3:15. അതായത് ആ രണ്ടാം ആദമായ യേശു ക്രിസ്തുവിലൂടെ. ഇത് നമ്മൾ അറിയണം. ഇന്ന് നമ്മൾ ഇത് എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് യേശു ക്രിസ്തു അനുസരണമുള്ളവനായി, അനുസരണ എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. യേശു ക്രിസ്തു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് സത്യമെന്ന് പീലാത്തോസ് വരെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഞാനാണ് സത്യം, ഞാൻ പറയുന്നതാണ് സത്യം, എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതാണെന്ന് ഈശോ മിണ്ടുന്നില്ല. കാരണം അത് അനുസരണമാണ്. ഇന്നും നമുക്കുമുണ്ട്. പൗലോസിനെ കുറിച്ച് നമ്മളെ കഴിച്ച് ചിന്തിച്ചില്ലെങ്കിൽ, അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, അവൻ എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന്. ഇന്ന് സഹനം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് എവിടുന്നാണെങ്കിലും ആരെങ്കിലും നമ്മളെ അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കുന്നില്ല, അത് സഹനമാണ്. നമ്മൾ പാതിരപ്പി കൂട്ടായ്മയുടെ മധ്യസ്ഥൻ പാതിരപ്പിയോടെയാണ്, കൊച്ചർസ്യ പുണ്യതയെ പോലെ പാതിരപ്പിയോ. നമ്മൾ ഇറ്റലിയിൽ പോയപ്പോൾ പാതിരപ്പിയുടെ ആശ്രമത്തിലൊക്കെ പോയിരുന്നു. അവിടെ പാതിരപ്പിയോ 50 വർഷത്തേക്ക് ഈ പഞ്ചശതം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സഭയിൽ തന്നെ ഉള്ളവർ ചിലർ എതിർത്തിട്ട് ഇതെല്ലാം കള്ളത്തരമാണ്, ഇതൊക്കെ അഭിനയമാണ്, ഇങ്ങനെയൊന്നും ദൈവം കൊടുത്തു എന്നല്ല, ഇതൊന്നും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മാനുഷികമായിട്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്തുള്ള ചിലരൊക്കെ വാദിച്ചുകൊണ്ട് മാർപ്പാപ്പ അല്ലല്ലോ അന്വേഷിക്കാം, ഇവരൊക്കെ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച പിശാചിനോട് പോരാടി എന്ന പാതിരപ്പിയെ 50 വർഷത്തേക്ക് പറഞ്ഞ് പബ്ലിക്കായിട്ട് കുർബാനയെല്ലാം പാടില്ലെന്ന് കൽപ്പിച്ചു, കുമ്പസാരം കേൾക്കാൻ പാടില്ലെന്ന് കൽപ്പിച്ചു. അദ്ദേഹം അനുസരണത്തോടെ അത് അംഗീകരിച്ചു. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ അദ്ദേഹം അന്ന് അനുസരണം പാലിച്ചുകൊണ്ട് താമസിച്ച ഒരു ചെറിയ മുറി, ആ മുറിയിൽ ആ കട്ടിലൊക്കെ ഞങ്ങൾ പോയിരുന്ന് ഓർക്കുന്നുണ്ട്. അന്ന് കുർബാന അർപ്പിച്ച ആ ചാപ്പലിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫാദർ ബെനഡിക്റ്റ് അച്ഛൻ എന്ന റോമിലുള്ള അച്ഛനൊക്കെ കുർബാന അർപ്പിച്ചപ്പോൾ അച്ഛന് ഞാൻ സത്യമായിട്ട് ഓർക്കുന്നത്, എന്നോടൊന്ന് വചനം അച്ഛൻ വ്യാഖ്യാനിച്ചിട്ട് വചനം വായിച്ചിട്ട് എന്നോട് അവിടെ വചനം വ്യാഖ്യാനിക്കാൻ, വചനം കൊടുക്കാനായിട്ട് പറഞ്ഞു. ആ പാതിരപ്പ എന്ന വചനം പ്രസംഗിച്ച ആ പോഡിയത്തിൽ കയറി നിൽക്കാനും അവിടെ നിന്ന്. ഞാനിത് പറയുന്നത് വേറെ രീതിയിലല്ല. നമുക്ക് അനുസരണം കൂടാതെ ഇന്ന് സഭയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് സത്യമായിരിക്കും, പക്ഷേ നമുക്കറിയാം ഫ്രാൻസിസ് അസീസി സഭയുടെ ഔന്നത്യത്തിൽ ഇങ്ങനെ സാമ്പത്തികമായിട്ട് അതിൽ ആ ഒരു രീതിയിൽ സഭ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അസീസി പുണ്യവാളന് കർത്താവ് എൻ്റെ സഭയെ, എൻ്റെ ദേവാലയം പൊളിഞ്ഞു കിടക്കുന്നൊരു ദേവാലയം പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ചു യുദ്ധത്തിൽ തകർന്നു പോയ കെട്ടിടങ്ങളൊക്കെ പുനരുദ്ധരിക്കുക എന്ന് വെച്ചാൽ ആദ്യം അങ്ങനെ പോയി. പിന്നീട് പരിശുദ്ധാത്മാ മനസ്സിലാക്കുക അങ്ങനെയല്ല, സഭയിൽ കുറേ കാര്യങ്ങളൊക്കെ ശരിയല്ല, അത് നേരെയാക്കണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതായിരുന്നു സമ്പത്തിൻ്റെ മേൽ, അത് യേശുക്രിസ്തു ദരിദ്രനായിട്ടാണ് ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും. അതേ അവസ്ഥയിലേക്ക് സഭയുടെ നേതൃത്വം, അല്ലെ സഭ
സഭയിലുള്ളവർ വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം. നമുക്കറിയാം, സ്വന്തം പട്ടു വസ്ത്ര വ്യാപാരിയായിരുന്ന അപ്പൻ്റെ ഏക മകൻ, വലിയ സമ്പത്തൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശിയായിരുന്നവൻ, യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് ലോകത്തിന് അങ്ങനെ അതുവരെ കണ്ടിട്ടില്ല മനുഷ്യൻ്റെ സഹനങ്ങളും വേദനകളും പീഡകളൊന്നും അറിയാതെ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ വീട് വിട്ടിറങ്ങി. എന്നിട്ട് പാവപ്പെട്ടവരുടെയും ഭിക്ഷക്കാരുടെ ഇടയിൽ ഇറങ്ങി അവരുടെ കൂടെ യേശുവിനെ, ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. നമുക്കറിയാം, അപ്പം പോലും പറഞ്ഞ് ഇങ്ങനൊരു മകൻ എനിക്കില്ല എന്ന് പറഞ്ഞ് പടിയടച്ച് മിണ്ടം വെച്ച് അവനെ മെത്രാനെ വിളിച്ചിരുത്തി. ഇങ്ങനെ മകൻ എനിക്കില്ല എന്ന് പറഞ്ഞ് മെത്രാൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ട് മകനെ ഫ്രാൻസിസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീടിൻ്റെ മുറ്റത്ത് മകൻ നിൽക്കുമ്പോൾ അപ്പം പറഞ്ഞു, നീ പോവുക, പക്ഷേ ഒരു കാര്യം, നീ ഇട്ടിരിക്കുന്ന വിലയേറിയ വസ്ത്രം ഉണ്ടല്ലോ, അത് എൻ്റെ കാശ് കൊണ്ട് മേടിച്ചതാണ്. നമുക്കറിയാം, അത് ഊരിയിട്ടിട്ട് പോകാൻ പറഞ്ഞു. ഓർത്ത് നോക്കണം, അത് ഊരിയാൽ അവൻ നഗ്നനായിത്തീരും. അപ്പോൾ എന്താ ചെയ്ത്, അവൻ്റെ കൂട്ടുകാർ ഭിക്ഷക്കാരായിട്ടുള്ളവരെ ഒരു ചാക്ക് കീറിയിട്ട് അതും കൊണ്ട് പൊതിഞ്ഞ് ആ വസ്ത്രം ഊരിയിട്ടേക്കാം. അപ്പൻ്റെ വസ്ത്രം ഊരിയിട്ടിട്ട് ചാക്ക് വസ്ത്രം ധരിച്ചു നഗ്നത മറച്ചുകൊണ്ട് പുറത്തേക്ക് പോയ അസ്സിസി. പ്രിയമുള്ളവരെ, മാർപ്പാപ്പാടെ അടുത്ത് പിന്നീട് നമുക്കറിയാം ഭിക്ഷ യാചിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുവാനുള്ള ആ രീതിയിൽ ഒരു സഭയിൽ ഒരു സമൂഹമായി വളരണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോൾ അന്നും സഭ അംഗീകരിച്ചില്ല. സഭ അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ഭിക്ഷക്കാരായിട്ടൊന്നും പോരേണ്ടല്ല എന്ന് പറഞ്ഞ് നമുക്കറിയാം അംഗീകാരം കൊടുക്കാതൊക്കെ പോയി. പിന്നീട് ഈ മാർപ്പാപ്പായ്ക്ക് തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പനി പിടിച്ച് കിടക്കുമ്പോൾ ഒരു ദർശനം കാണുന്നുണ്ട്. തൻ്റെ തലയിൽ ആരോ വന്ന് തൊടുന്നു നോക്കുമ്പോൾ ചാക്ക് വസ്ത്രം ധരിച്ച ഭിക്ഷയെടുക്കുന്ന ആ വ്യക്തിയാണ് തൻ്റെ തലയിൽ വന്ന് കരം വയ്ക്കുന്നതെന്ന് കണ്ട് അദ്ദേഹത്തിന് മാർപ്പാപ്പായ്ക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഈ അസ്സിസിയെ വിളിക്കാൻ പറഞ്ഞ് പിന്നീട് വന്നു. എന്നിട്ട് ഇറങ്ങി താഴേക്ക് വന്ന് സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹം അസ്സിസിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണ് ഫ്രാൻസിസ്കൻ സഭ ഉണ്ടാകുന്നത്. നമ്മൾ അറിയണം, അതായത് അനുസരണത്തിൻ്റെ മാതൃകയാണെന്നാണ്. കഴിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും നമ്മൾ കാണും പല കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എതിരായിട്ട് വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ നിന്നും. കാരണം സഭ ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച് കൊട്ടാരം സദൃശ്യമായ റോമിലെ വസതിയിൽ നിന്നും സാധാരണ വൈദികർ താമസിക്കുന്ന പ്രീസ്റ്റുകളുടെ കൂടെ അപ്പാർട്ട്മെന്റിൽ വന്ന് താമസിക്കാനെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനമെടുത്തു. ആദ്യമായി മാർപ്പാപ്പായി കഴിയുമ്പോൾ ആശീർവാദം കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ, ആ കവാടത്തിൽ നിന്നുകൊണ്ട് അന്ന് പറഞ്ഞൊരു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു മാർപ്പാപ്പായും പറയാത്ത പറയണ, പ്ലീസ് പ്രേ ഫോർ മീ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പോലൊരു മനുഷ്യനാണ്. എന്നെ ദൈവം ഒരു പദവിയിലേക്ക് ഉയർത്തിയെങ്കിൽ പത്രോസിനെ പോലെ മുക്കുവനായിരുന്ന സാത്താനെ എന്ന് പത്രോസിനെ യേശു വിളിച്ച പത്രോസിനെയാണ് ആദ്യമായി മാർപ്പാപ്പ ഉയർത്തിയെങ്കിൽ ഞാനും നിങ്ങളെ പോലൊരു മനുഷ്യനാണ്. പ്ലീസ് പ്രേ ഫോർ മീ എന്നാണ്. അതാണ് യാഥാർത്ഥ്യം. നമ്മളത് അറിയാനായിട്ട് പ്രത്യേകിച്ച് അത് പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കാലം പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ തീർച്ചയായിട്ടും അമ്മ നമ്മുടെ അമ്മയാണ്, നമ്മുടെ അമ്മച്ചിയാണ്, ഈശോ തന്നതാണ്. ആ ഒരു രീതിയിൽ കാണണം. പരിശുദ്ധ അമ്മ എന്ന് കരയുകയാണ്. തൻ്റെ പുത്രൻ കാലുവരിയിൽ ബലിയർപ്പിക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ രക്ഷകരായി പരിശുദ്ധ അമ്മ ഇങ്ങനെ സാത്താൻ വിചാരിക്കുന്ന പരിശുദ്ധ അമ്മയെ ഒന്നാമത് ഉയർത്തി വെച്ചിട്ട് യേശുവിനെ രണ്ടാമതാക്കി താഴ്ത്തിയാൽ സഭ ആ അനേകർ അതിൻ്റെ പിന്നാലെ പോകുമെന്നറിയാം. നമ്മളത് അറിയണം. പരിശുദ്ധ അമ്മ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന, മക്കളെ, എൻ്റെ മകൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന അവൻ യേശു ക്രിസ്തു പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. ഞാനിത് പറഞ്ഞു വന്നത്, ഇന്ന് പല കാരണങ്ങളാൽ അനുസരണം, അതായത് നമുക്ക് പീഡയുണ്ടാകുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ അവരുമായിട്ട് ശത്രുതയുണ്ടാകും. ഇത് വലിയൊരു മേഖലയാണ്, നമ്മൾ തിരിച്ചറിയണം. ശത്രുത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും അനുസരിക്കേണ്ട, ഞാനാണ് ദൈവം, ഞാൻ പറയുന്നതാണ് വേദവാക്യം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പോക്കുണ്ടല്ലോ. പൗലോസ്റിയാം ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്, റോമർക്കുള്ള ലേഖനം റോമർ 10 ഇത് പറയുന്ന ഈ കാര്യം ഇത് ഇന്നത്തെ സുവിശേഷവുമായിട്ട്, കാരണം ഈശോ സുവിശേഷം കൂടെ, അതായത് യോഹന്നാൻ 15 ഈശോ പറയാണ് യോഹന്നാൻ 15 ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി, എൻ്റെ ശാഖകളാണ് നിങ്ങൾ, വേറെ ആരുമല്ല, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്കായി യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. സാക്ഷാൽ മുന്തിരിച്ചെടി ഞാനാണ്,
നിങ്ങൾ എൻ്റെ ശാഖകളാണെന്ന് യോഹന്നാൻ 15 ഈശോ പറയണം. പ്രിയമുള്ളവരെയും നിങ്ങൾ അങ്ങേറ്റം അതുകൊണ്ട് റോമറിൽ ആ വചനം ഇതാണ്, അതായത് അനുസരണം. അതായത് നമ്മൾ ആദിമസഭയെ നോക്കുവാണെങ്കിൽ അനുസരണം. കൊല്ലപ്പെട്ട് യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ അവരാരും എതിർത്തില്ല, യുദ്ധത്തിനൊന്നും പോയില്ല. അവിടെയാണ് സക്കറിയ പ്രവാചകന്റെ പ്രവചനം, കരബലത്താലല്ല സൈന്യബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. എളിമയുടെ ആത്മാവ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന് പറഞ്ഞ യേശുവിൻ്റെ ആത്മാവ്. ആ ഈശോയുടെ ആത്മാവ് നമ്മളെ റോമർ 16 ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷയുടെ നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും പറയുന്നത്. ആ സാത്താനെ ജയിക്കണമെങ്കിൽ അനുസരണം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധ പരമ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.